2024 മലയാള സിനിമ ആര് ഭരിക്കും? ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ. ഈ രണ്ട് പേരുകളെ മലയാളികൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരുപാട് യുവതാരങ്ങൾ സിനിമയിലുണ്ട്. പക്ഷേ താരരാജാക്കന്മാരുടെ പദവിയിലെത്താൻ സാധിച്ചിട്ടില്ല. അവരും നല്ല സിനിമകൾ ചെയ്ത് മലയാള സിനിമയുടെ മുൻനിരയിൽ തിളങ്ങി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് മലയാളത്തിൽ ഇഷ്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ ഒരുപാട് പേരുകളുണ്ടെങ്കിലും താരരാജാവ് എന്ന് പറയാൻ ഇപ്പോഴും മോഹൻലാൽ, മമ്മൂട്ടി എന്നീ രണ്ട് പേരുകളേ ഉള്ളൂ. അതൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്ഥാനമല്ല. തങ്ങളുടെ ആയുസ്സിന്റെ ഒരു നല്ല ഭാഗം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചാണ് ഇവർ താരരാജാവ് എന്ന പദവി സ്വന്തമാക്കിയിട്ടുള്ളത്. അഭിനയിച്ചു തീർത്ത ഓരോ വേഷങ്ങളും അത്രത്തോളം പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. ഇത്തവണ താരരാജാക്കന്മാരിൽ മമ്മൂട്ടിയാണ് 2023 എന്ന വർഷം സ്വന്തമാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചുരുക്കം സിനിമകളെ ചെയ്തുകൊള്ളുവെങ്കിലും ചെയ്തതെല്ലാം വിജയമാവുകയും ചെയ്തിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കണ്ണൂർ സ്ക്വാഡും കാതൽ ദി കോറുമൊക്കെ. എല്ലാം വലിയ വിജയങ്ങളും നല്ല പ്രേക്ഷക പ്രതികരണവും തന്നെയാണ് സമ്മാനിച്ചത്. 2023 എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന താരരാജാവിന് ഭാഗ്യവർഷം തന്നെയായിരുന്നു. അതേസമയം മോഹൻലാലിന് സംഭവിച്ചത് വേറൊന്നാണ്. തന്റെ സിനിമാ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് തന്നെ സംഭവിച്ചു. വർഷത്തിൽ കൈ നിറയെ മോഹൻലാൽ സിനിമകൾ ആരാധകർക്ക് കൊടുക്കാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ തന്റെ അഭിനയ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷം മോഹൻലാൽ ആരാധകർക്ക് നിരാശയായിരുന്നു. കുറെ നാളായി കാത്തിരിക്കുകയാണ് അവരുടെ രാജാവിന്റെ വരവിനായി. 4 വർഷം മുൻപ് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി കൊണ്ടുവന്നതാണ് അവസാന വിജയം. പക്ഷേ 2023 അവസാനിക്കാറായ ഈ സമയത്ത് ചെറിയൊരു പ്രതീക്ഷയുമായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ നേരെന്ന സിനിമ ഡിസംബർ 21 പുറത്തിറങ്ങും. ഇത് വിജയമായാൽ തന്റെ ഇത്രയും നാളത്തെ കരിയർ ബ്രേക്കിൽ നിന്നുമുള്ള മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവും അടുത്ത വർഷത്തേക്കുള്ള വിജയത്തിന്റെ ഒരു തുടക്കവുമായിരിക്കും. ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രങ്ങളൊന്നും പരാജയപ്പെട്ട ചരിത്രമില്ല. അതുകൊണ്ട് നേരെന്ന സിനിമയിൽ മോഹൻലാൽ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. സത്യത്തിൽ 2 രാജാക്കന്മാരും ഒരുമിച്ച് മലയാള സിനിമ വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒന്നിനൊന്നായി മികച്ച സിനിമകൾ നൽകിക്കൊണ്ടേയിരുന്ന ഒരു കാലം. പക്ഷെ ആ കാലമൊക്കെ ഇപ്പോൾ പോയി മറിഞ്ഞു. തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ ഒരു നല്ല സിനിമ കണ്ട കാലം തന്നെ ആളുകൾ മറന്നുപോയി. കഴിവുള്ള സംവിധായകരെ കൊണ്ടും മികച്ച അഭിനേതാക്കളെ കൊണ്ടും മലയാള സിനിമ അഭിമാനിച്ചിരുന്ന സമയം ഇനി എന്ന് വരുമെന്നറിയില്ല. ഈ വർഷം ആസിഫ് അലി, നിവിൻ പോളി പോലെയുള്ള യുവതാരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഇറങ്ങിയ എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ മിക്കതും പരാജയങ്ങളായിരുന്നു. എന്നാൽ ഇതാ 2023 വിട പറയാൻ സമയമായി. ഇനി വരാൻ പോകുന്നത് 2024 എന്ന പുതിയ വർഷം. ഇത് ഒരുപാട് വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് തരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണ്. കാരണം ഒരുപാട് വമ്പൻ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും തന്നെ ഒരുപാട് സിനിമകൾ. ലാലേട്ടന്റെ മലൈക്കോട്ടയിൽ വാലിബൻ, ബാറോസ്, മമ്മൂക്കയുടെ ടർബോ, ബ്രഹ്മയുഗം തുടങ്ങിയ സിനിമകൾ കൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാന വർഷമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.